ഹലോ. അപ്പോൾ രാവിലെ തന്നെ വീഡിയോയ്ക്കുള്ള പരിപാടികളാണ് കേട്ടോ. അതായത് കണ്ടോ, ട്രൈപോഡൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ്. രാവിലത്തെ വർക്കും ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളും കൂടെ അറിയണ്ടേ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഒരു ദിവസം സംഭവിക്കുന്നതെന്ന്. ആരെയും ബോധിപ്പിക്കാനൊന്നുമല്ല, എന്നാലും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്ന ഒരു ചെറിയ സന്തോഷമായിട്ട് തോന്നുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കിച്ചണിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. നമ്മുടെ ജീവിതം നിലനിർത്തുന്ന ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ കിച്ചൺ. അപ്പോൾ നമുക്ക് കിച്ചണിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറേ നാളായിട്ട് കെട്ടിവെച്ചിരുന്ന, അതായത് ക്രിസ്മസിന് മുന്നേ ഇട്ടിരുന്ന എൻ്റെ വൈൻ ഭയങ്കര സെറ്റായിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അത് തീരാനായിട്ട്. അപ്പോൾ എനിക്ക് രാവിലെ കുപ്പി അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇത്തിരി ഒന്ന് കഴിച്ച് നോക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതാ ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ ആ വൈൻ കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കുന്നുണ്ട്. നല്ല രസമാണ് കേട്ടോ. ആ ഒരു സമയത്ത് ഇങ്ങനെ കുറച്ച് വൈനൊക്കെ കുടിക്കുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഇതൊന്നുമല്ല, എന്നാലും എനിക്കങ്ങനെ ഒരു ഇഷ്ടം തോന്നി. നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. ഞാനതാണ് ആ കയ്യിലിങ്ങനെ മണപ്പിച്ച് നോക്കണം. നല്ല സ്മെല്ലുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം ഇരുന്നതിൻ്റെയൊക്കെ ആ ഒരു ഇതുണ്ട് അതിന്, എന്നാലും ഇറ്റ്സ് ഓക്കെ, നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ ക്രിസ്ത്യൻസിൻ്റെയും വീട്ടിൽ വൈൻ ഉണ്ടാക്കാറുണ്ട്. അവരുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇത് കച്ചവടത്തിനോ അല്ലെങ്കിൽ വേറൊരു ആവശ്യത്തിനോ ഒന്നുമല്ല, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ ക്രിസ്മസിൻ്റെ ടൈം ആകുമ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മളും അങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇനി ഇവിടെ എല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നീറ്റാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് എനിക്ക് വേണ്ടി മാത്രം 2 ദോശയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ 2 ദോശ ഉണ്ടാക്കി, പിന്നെ ഞാൻ കഴിച്ചു. അപ്പോൾ ഇതുകൊണ്ട് എൻ്റെ ചട്ടി, അതായത് എൻ്റെ ദോശപ്പാൻ അത്ര മയമുണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അതിനകത്ത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു സവാള മുറിച്ചിട്ടിങ്ങനെ അത് വെച്ചിട്ട് എണ്ണ തേച്ച് കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളകി പോരുകയും ചെയ്യും, അങ്ങനെ ഒട്ടി പിടിക്കുകയൊന്നുമില്ല. പിന്നെ ഞാൻ വെർമിസെല്ലിയുടെ പാക്കറ്റൊക്കെയാണ് പൊട്ടിച്ചിട്ട് ഞാനത് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാനതിൻ്റെ വെർമിസെല്ലി വെച്ചിട്ട് ഇതുണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. പിന്നെ നമുക്ക് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അടുത്ത പണി തുടങ്ങുന്നത്, അതായത് ഉച്ചക്കത്തേക്കുള്ള പണി തുടങ്ങുന്നത് കേട്ടോ. ഇന്ന് ഫുള്ള് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്നാലും അപ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ചില സമയത്ത് നമ്മുടെ കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാൻ കിച്ചണിൽ വന്നിട്ട് ഞാൻ ആദ്യമേ തന്നെ ചോറ് ഉള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 11:30-12 മണിയായി. ആ സമയമായപ്പോഴത്തേനും ഭയങ്കര ചൂടുമാണ്. അപ്പോൾ നല്ലോണം എല്ലാവരും വെള്ളം കുടിക്കണം. ഈ സമയത്ത് ഭയങ്കര ചൂടാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേനും മഴക്കാറുണ്ടെങ്കിലും ഇവിടെ അങ്ങനെ അധികം കാര്യമായിട്ട് മഴയൊന്നും പെയ്തിട്ടില്ല. എന്നിരുന്നാലും ഞാനിതാ വെള്ളം തിളപ്പിച്ച് തന്നെയാണ് കുടിക്കുന്നത് കേട്ടോ. കാരണം വെള്ളത്തിലൂടെയാണ് പല അസുഖങ്ങളും നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് വെള്ളം തിളപ്പിച്ച് തന്നെയാണ് കുടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഒരു അണ്ടാവിനകത്തിങ്ങനെ വെള്ളം തിളപ്പിച്ച് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ആൾ കൂടുതലായത് കാരണം അണ്ടാവിനകത്ത് വെള്ളം തിളപ്പിച്ചിങ്ങനെ വെച്ചേക്കും എപ്പോഴും. അപ്പോൾ പോയി തിളപ്പിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ടിട്ട് അങ്ങനെ തിളപ്പിച്ച് വെച്ചേക്കും. പിന്നെ നേരത്തെ ഇങ്ങനെ ഒഴിച്ച് വെക്കുമായിരുന്നു, അതായത് നമുക്ക് വാങ്ങിക്കുന്ന വെള്ളമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതാകുമ്പോഴത്തേനും ഫിൽറ്റർ ചെയ്താണ് വരുന്നതെന്ന് പറഞ്ഞാൽ കൂടെ എന്താ പറയുക, നമുക്ക് അത് തന്നെയായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്, വേറെ നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ടിട്ടാണ് നമുക്കിവിടെ കിണറ്റിലെ വെള്ളമൊന്നും നമുക്കങ്ങനെ ഉപയോഗിക്കാൻ കൊള്ളില്ല. നമ്മുടെ ബാത്റൂമിലേക്കും പിന്നെ നമ്മുടെ എന്താ പറയുക കഴുകാനും ഒക്കെ മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ പിന്നെ ഇതുണ്ടല്ലോ എൻ്റെ കിച്ചണൊക്കെ ഞാൻ പാത്രമെല്ലാം ജോലി ചെയ്ത് കഴിയുമ്പോഴത്തേനും എല്ലാം അവസാനം കഴുകാമെന്ന് വിചാരിക്കുമ്പോഴത്തേനുണ്ടല്ലോ കുറേ പാത്രം ഉണ്ടാവും കഴുകാനായിട്ട്. പിന്നെ കണ്ണിൽ കാണുന്ന അവിടെ ഇരിക്കുന്നതും എല്ലാം എടുത്തിട്ട് എവിടെയെങ്കിലും വെക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ആ സമയത്താണ് കഴുകി റെഡിയാക്കുന്നത്. എല്ലാം കൂടെ കൊണ്ടുവന്ന് സിങ്കിലേക്കിട്ട് സിങ്ക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പോൾ ആ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാൾ വന്നു കഴിഞ്ഞാൽ തന്നെ വെള്ളം എടുക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് അപ്പം കഴുകി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് പണി തീരും. പെട്ടെന്ന് തന്നെ നമ്മുടെ അടുക്കളയിലെ പണി തീരുന്നത് പെട്ടെന്നായിരിക്കും. ഇത് നമ്മളിങ്ങനെ കൂട്ടി വെക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം നമ്മളൊരു സമയം കണ്ടെത്തണം. ഇതിന് പ്രത്യേകിച്ച് എന്താ പറയുക, മാജിക്കൊന്നുമില്ല. പിന്നെ എന്താ പറയുക, പിന്നെ പാത്രം കഴുകാനായിട്ട് ഇപ്പോൾ നമുക്ക് ഡിഷ് വാഷറൊക്കെ ഉണ്ട്. ഡിഷ് വാഷർ എന്നാണ് അതിന് പറയണേ, അങ്ങനെ എന്തോ ഒരു സാധനം. അതായത് വാഷിംഗ് മെഷീൻ പോലെ തന്നെ നമുക്ക് പാത്രം കഴുകുന്ന സംഭവങ്ങളും ഉണ്ട്. അങ്ങനെയൊക്കെ വാങ്ങിച്ച് വെക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ വാങ്ങിച്ച് വെക്കാം കേട്ടോ. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ദൈവം ആരോഗ്യവും തന്നിട്ടുണ്ട്, കൈയും കാലും ഒക്കെ ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല. അല്ലാണ്ട് നമുക്ക് മേടിക്കാൻ കഴിയില്ലാഞ്ഞിട്ടല്ല കേട്ടോ, അതിൻ്റെ ആവശ്യമില്ലാത്ത തോന്നിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഏകദേശം കിച്ചണിലെ ജോലികളെല്ലാം തീർന്നിട്ടുണ്ട്. ചൂട് കൊണ്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ജനലെല്ലാം തുറന്നിട്ടെന്ന് പറഞ്ഞാലും ചെറിയ കാറ്റ് വരുന്നുണ്ട്, എന്നാലും ഭയങ്കര ചൂടാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഫാനിട്ടേച്ച് കുറച്ച് നേരം, പിന്നെ അതിൻ്റെ അവിടെ കുറേ നേരം നിന്ന് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ ഇങ്ങനെ കാലിൽ നീര് വരും കേട്ടോ. അതെന്താണെന്നറിയില്ല, ബോഡി വെയിറ്റ് കൊണ്ടിട്ടാവാം, കാല് അവൻ്റെ ബോഡി വെയിറ്റ് താങ്ങാത്തത് കൊണ്ടാവും അങ്ങനെ വരുന്നത്. പിന്നെ ബാക്ക് പെയിൻ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ബോഡി പെയിൻസ് വരാറുണ്ട്. അപ്പോൾ ഇതാണ് ഉച്ചക്കത്തെ ഫുഡ്. അപ്പോൾ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. ഒരച്ചാറും ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ തക്കാളി റൈസ്, ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ട് ഒരു ബിരിയാണി പോലെ ഒരു റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചിക്കനൊന്നും ആഡ് ചെയ്തിട്ടില്ല, വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. അടിപൊളിയായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവർ ഒന്ന് വീഡിയോ കാണണം. അതുപോലെ തന്നെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.